എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിവിന് ഫോൺ വിളിച്ചതിന് ശേഷം കമല ഫോൺ വയ്ക്കും. അത് കഴിഞ്ഞ് ഗോവിന്ദനോട് പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് സമാധാനമായത് എന്ന്. അത് കഴിഞ്ഞ് കമല ചോദിക്കുക ഇനി ഞാൻ വിളിച്ചതിൽ നിവിൻ മോൻ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ എന്ന്. അന്നേരം ഗോവിന്ദൻ പറയും സംശയം തോന്നി കാണില്ലായിരിക്കും, പക്ഷേ താൻ ആ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാലോ? നമ്മുടെ ഇവിടെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാറായി നിൽക്കുവാണേ, അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ നവീൻ ചിന്തിക്കുമോ എന്ന് ചോദിക്കുമ്പം കമല പറയുക ആ രീതിയിലൊന്നും ചിന്തിക്കില്ലെന്നേ, നവീൻ്റെ അമ്മയ്ക്ക് പോലീസുകാരെ ഒന്നും ഇഷ്ടമല്ല, തണ്ടേടികളിൽ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള വിവാഹമൊന്നും നടക്കുകയില്ല. പക്ഷെ നല്ല പയ്യനായിരുന്നു, നല്ല മിടുക്കനായിരുന്നു എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അവർക്ക് ചേരുന്ന രീതിയിലുള്ള ഏതെങ്കിലും കല്യാണാലോചനകൾ നടക്കട്ടെ എന്ന്. അന്നേരം കമല പറയുക നല്ല തറവാട്ടി പിറന്ന നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള പെൺകുട്ടികളെ കാണുവാണെങ്കിൽ നിവിൻ മോന് വേണ്ടി ആലോചിക്കണമെന്ന്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇവിടെ ഒരാളുണ്ട്, ആ ആളുടെ കാര്യം നല്ല ഊർജ്ജസ്വലമായിട്ട് തന്നെ ആലോചിക്കണം, എങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം കമല പറയുക അവളുടെ കാര്യമല്ലേ, അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ജോത്സ്യൻ ഈ പ്രാവശ്യം ഞാൻ പോയി കണ്ടപ്പോഴും ജോത്സ്യൻ പറഞ്ഞത് അവളുടെ മനസ്സിൽ അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ ആൾ തന്നെയാണ് അയാളെ വിവാഹം കഴിക്കുകയുള്ളൂ എന്നാണ്. അവർ തമ്മിൽ ഇപ്പോഴും മനസ്സുകൊണ്ട് അടുപ്പമുണ്ടെന്നും പറഞ്ഞു. അതൊക്കെയാണ് ഇവൾ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ എന്നിൽ സംശയം ഉണ്ടാകുന്നത്, ഞാൻ അവളോട് വഴക്കിന് ചെല്ലുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കമല നെവിൻ്റെ കാര്യം പറയുവാണ്. നെവിൻ്റെ കാര്യത്തിൽ എന്തിനാണ് അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നെവിൻ മോൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയല്ലേ ചെയ്യേണ്ടത്, അവർ തമ്മിലല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്, അന്നേരം ആ രീതിയിലല്ലേ നോക്കേണ്ടത് എന്നൊക്കെ കമല പറയുന്നു. അങ്ങനെയാണെങ്കിൽ നന്ദുവിന് ഇഷ്ടപ്പെട്ട ആളെയല്ലേ നന്ദു വിവാഹം കഴിക്കേണ്ടത്, ആ രീതിയിലല്ലേ നന്ദു മുന്നോട്ട് പോകേണ്ടത്, അത് കമല പറയുന്നുമില്ല. ഏതായാലും രണ്ടുപേരും ആ രീതിയിൽ സംസാരിച്ച് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനെയാണ്. നാഗേന്ദ്രൻ അഭി റെഡിയായി വരുന്നത് നോക്കി നിൽക്കുന്നു. അപ്പോഴത്തേക്കും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഡീലിന് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരുന്ന അഭിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട് മോൻ പോയി വിജയിച്ച് വരണം, ഇന്ന് അവിടെ സ്റ്റാർ ആകാൻ പോകുന്നത് നമ്മുടെ കമ്പനി ആയിരിക്കും, ഈ ഒരു ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകും, നമ്മുടെ ഷെയറുകൾ 10-ൽ നിന്നും 100-ൽ നിന്നും 1000-ലേക്ക് വളരും, അത് കണ്ട് എല്ലാവരും അസൂയയോടെ നോക്കി നിൽക്കും, മൂർത്തീസ് ജ്വല്ലറി വീണ്ടും താഴേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ആകെ വിഷമമാകുന്നുണ്ട് അവന്തികയ്ക്ക്. ഇന്ന് അവർ പങ്കെടുക്കുന്ന കൂടി ഇല്ലല്ലോ എന്ന് പറയുമ്പം അവന്തിക പറയുവാണ് ആ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്, ശരിക്കും അനിയേട്ടനും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട് നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകും, ഏതായാലും അനി നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് വരെ നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി, ഇതിനിടയ്ക്ക് അവർക്ക് വേണ്ടി യാതൊരു ഫേവറും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ഒരു കാര്യം നീ അവനെ അറിയിച്ചു കഴിയുമ്പം, മോൾക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അനിയെ അറിയിച്ചു കഴിയുമ്പം അവനത് സമ്മതിക്കുവാണെങ്കിൽ പിന്നീട് നമുക്ക് മൂർത്തീസ് ജ്വല്ലറി ആയിട്ട് വൈരാഗ്യമൊന്നുമില്ല, അവരെ നമ്മളൊപ്പം തന്നെ നിർത്തും, നമ്മൾ 1-2 സ്ഥാനം കൈയടക്കി മുന്നോട്ട് പോകും, പിന്നെ ഇതൊരു വലിയ സാമ്രാജ്യമായിരിക്കും, നമ്മളെ തകർക്കാൻ പിന്നെ വേറെ ആർക്കും സാധിക്കത്തില്ല. പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ അനി മോളെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്ന് പറയണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട് അതേതായാലും നന്നായി, അങ്ങനെ ഒരു കാര്യം നടക്കുവാണെങ്കിൽ അനിയോടൊപ്പം തന്നെ ഒരു സീറ്റ് നിനക്കും അവൻ്റെ ക്യാബിനിൽ കിട്ടൂലോ എന്ന് പറയുക അഭി. അന്നേരം അവന്തിക അത് കൊള്ളാലോ, അപ്പം AM ജ്വല്ലറിയിലേക്ക് ഞാൻ ഇനി വരണ്ട, ഞാൻ അവിടെ നിന്നാൽ മതി എന്നല്ലേ ഏട്ടൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെ 2 കമ്പനിയും കൂടെ ഒരാൾക്ക് നോക്കാൻ പറ്റിയല്ലോ എന്ന് പറയുക. അന്നേരം നാഗേന്ദ്രൻ പറയും ആ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കൊന്നും വേണ്ട, നിന്നേക്കാളും കുറച്ചുകൂടെ ഐഡിയാപരമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത് മോൾക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് AM ജ്വല്ലറിയുടെ തലപ്പത്ത് എന്നും മോളായിരിക്കുമെന്ന്. അതിൻ്റെ കാര്യത്തിൽ നീ ഇനി വിഷമിക്കുകയൊന്നും വേണ്ട, നിൻ്റെ അനിയത്തി തന്നെയല്ലേ അവൾ, അതിൻ്റെ പേരിൽ ഒരു ഈഗോയുടെ ഒന്നും ആവശ്യമില്ല എന്ന് നാഗേന്ദ്രൻ പറയുമ്പം അഭി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കിപ്പോൾ കിട്ടിയത് തന്നെ ധാരാളമാണ്, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് എനിക്കിപ്പോൾ സാധിച്ചു കിട്ടിയേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമില്ല. എങ്കിലും നാഗേന്ദ്രൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അഭി അവിടെ നിന്ന് പോരുവാണ്. പോന്നു കഴിയുമ്പം നാഗേന്ദ്രൻ അവന്തികയോട് പറയുന്നുണ്ട് ഇന്നത്തെ ഡീൽ കഴിയുമ്പം നമ്മൾ വീണ്ടും ഉയരങ്ങളിലേക്ക് പോകും, ഇന്ന് നമ്മളെക്കുറിച്ചായിരിക്കും ന്യൂസൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചാട്ടോ രണ്ടുപേരോട് നിൽക്കുന്നത്. പിന്നീട് മുത്തശ്ശനെയും കാണിക്കുന്നു. അവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് അനി ഈ ഡീൽ ഓർപ്പിച്ചു കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ തളർച്ചയും മാറ്റി ജ്വല്ലറി ഒന്ന് ഉയർത്തെഴുന്നേക്കും. അതിന് ആദർശം നയനും ഒപ്പം ഉണ്ട്, ആദർശാണ് അനിയെ പിന്നിൽ നിന്ന് സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് അനി വരുന്നത്. അനി അനുഗ്രഹമൊക്കെ വാങ്ങി
വാങ്ങിക്കുന്നു. എന്നിട്ട് എൻ്റെ പുറകിൽ ഇപ്പോഴുള്ളത് ആദർശേട്ടനും നയനേടത്തിയാണ്. അതുകൊണ്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് മൊത്തം അവർക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, നീ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് തന്നെയാണ്, അവരുടെ സഹായം നേടേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയുന്ന പോലെ തന്നെ. ഏതായാലും അനുഗ്രഹം മേടിച്ച് അനി അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ടോ അനിയുടെ ആ കളിയും ചിരിയും ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയും ഒക്കെ മാറി അവൻ കുറച്ചുകൂടെ സീരിയസ് ആയില്ലേ. ഇനി ആദർശോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി മൂർത്തി ജ്വല്ലറിയെ നയിച്ചോളും. പിന്നെ അതിന് തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. എല്ലാം നടന്നത് നല്ലതിനാണ് എന്ന് ഇപ്പം മനസ്സിലാകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഏതായാലും ഇന്ന് ഈ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത രീതിയിൽ മൂർത്തി ജ്വല്ലറി ഉയർത്തെഴുന്നേക്കുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നീട് ആദർശിനെയും നയനെയും കാണിക്കുന്നുണ്ട്. നയന രാത്രിയിലിരുന്ന് ഉറക്കം വിളിച്ച് വരച്ച ഡിസൈൻസൊക്കെയാണ് വരച്ചു കൊടുത്തേക്കുന്നത്, അങ്ങോട്ട് അയച്ചു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയിലാണ് ആദർശ്. നയന വരച്ച ഡിസൈൻസ് തന്നെയാണ് മാളവികയും അയച്ചേക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസൊക്കെ അറിയാലോ, അതിൻ്റെ ഒരു സമാധാനമുണ്ട് അവർക്ക്. ഏതായാലും ആദർശ് നയനോട് താങ്ക്സ് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എന്നോട് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ വിജയം എൻ്റെയും കൂടി ആവശ്യമാണ്. ആദർശേൻ്റെയും അതുപോലെ മുത്തശ്ശൻ്റെയും ടെൻഷനൊക്കെ മാറി നിങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് എനിക്ക് കാണണം, അതിനുവേണ്ടി ഞാനിതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നേക്കും അനി അങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരുടെ അനുഗ്രഹം മേടിക്കാനാണ് വന്നത്. മുത്തശ്ശൻ്റെ അനുഗ്രഹം മേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ മുത്തശ്ശൻ്റെ അനുഗ്രഹം തന്നെയാണ് വാങ്ങിച്ചതെന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന്, അതുപോലെ നിൻ്റെ പിന്നിൽ ഞങ്ങളുണ്ടെന്ന് എന്തെങ്കിലും നീ അവിടെ സൂചിപ്പിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞില്ല. ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് എന്ന് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനെങ്കിലും സത്യം അറിയണമല്ലോ എന്ന് പറയുക. അതിന് ആദർശ് പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ക്രെഡിറ്റ് നീ തന്നെ എടുത്താൽ മതി, അതങ്ങനെയാണ് വേണ്ടത് എന്നും പറയുന്നുണ്ട്. ഏതായാലും രണ്ടുപേരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ്. കൂടെ ആദർശം പോകുന്നുണ്ട്. അന്നേരവും നയന പറയുന്നുണ്ട്, സൂക്ഷിക്കണം, നമ്മളുടെ തീരുമാനങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം മണത്തറിയാൻ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട് എന്നൊരു ചിന്ത വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, ഇവനെ അവരാരും പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന്. അവർ അവിടുന്ന് രണ്ടുപേരോട് ഒരുമിച്ച് പോരുന്നു. ഈ സമയം ഇവിടെ കോൺഫറൻസ് ഹാളിൽ വന്ന് ഡീലിന് വേണ്ടി വന്ന ജ്വല്ലറിയിലെ ഉടമകൾ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുക. അന്നേരം മൂർത്തി ജ്വല്ലറിയുടെ MD വന്നിട്ടില്ല, അവർ ഈ പ്രാവശ്യം പങ്കെടുക്കുന്നില്ല എന്ന് ഡേവിഡ് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം മുംബൈയിൽ വെച്ച് പരാജയപ്പെട്ടതിൻ്റെ ആ ഒരു പേടി അവർക്കുണ്ട്, അതുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ബെനഡിക് കമ്പനിയുടെ CEO ആയിട്ടുള്ള ആളും സംസാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഡിസൈൻസ് ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു, ഇനി ഡീൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്, അതിനുവേണ്ടി ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ അധികാരികൾ വരും എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുവാണ്. അന്നേരം ഡേവിഡ് അഭിയോട് ചോദിക്കും, ഇങ്ങനെയുള്ള അനുഭവമൊക്കെ ആദ്യത്തേതാണല്ലേ എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, എനിക്ക് ആദ്യത്തേതാണ്, ഇതിനു മുമ്പ് പല അവസരങ്ങളും വന്നിട്ടുണ്ട്, പക്ഷേ എന്നെ അവരാരും അടുപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയുവാണ്, ഇനി ഇങ്ങനെയുള്ള എല്ലാ ഡീലിലും എന്നോടൊപ്പം അഭിയും കാണുമെന്ന്. അന്നേരം അഭി മനസ്സിലോർക്കുക, അത് തൻ്റെ ഔദാര്യമൊന്നുമില്ല, എൻ്റെ അവകാശമാണ്, ഇനി അങ്ങോട്ടുള്ള ഡീലിൽ താൻ എൻ്റെ കൂടെ കാണിയല്ല, ഞാൻ ഒറ്റയ്ക്കേ വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ ഇരിക്കുന്ന അഭിയാണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് ആദർശനെയും അനിയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരൂടെ കാറിൽ വരുമ്പോഴും ഈ ഡീലിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നയനെ രാത്രിയിൽ ഒരുപാട് ഉറക്കളച്ചിരുന്നാണ് ഡിസൈൻസ് വരച്ചത്, അതിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനുണ്ട്. പിന്നെ മാളവിക അയച്ചു കൊടുത്തതും നയന വരച്ച ഡിസൈൻസ് തന്നെ ആയതുകൊണ്ട് രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അതുപോലെ ആദർശ് അനിയോട് ചോദിക്കുന്നുണ്ട്, നീ അറിഞ്ഞായിരുന്നോ AN ജ്വല്ലറിയിൽ നിന്ന് ആരൊക്കെ പോയതെന്ന് നീ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ MD അല്ലേ എന്ന് അനി ചോദിക്കുക. അന്നേരം MD മാത്രമല്ല കൂടെ അഭിയും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് വേറെ എന്തോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്, അല്ലാതെ ഇപ്പം അവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് അഭിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അവർ സംസാരിക്കുന്നു. പിന്നെ ആദർശ് കൂടെ വരുന്നുണ്ടോ എന്ന് അനി ചോദിക്കുമ്പം ഞാൻ അങ്ങ് കൂടെ വരുന്നില്ല, ഹോട്ടലിലേക്ക് ഇവിടെ ഒരിടത്ത് ഞാൻ നിനക്ക് വേണ്ടി ഒരു കാർ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, നീ ആ കാറിൽ പോയാൽ മതി, പിന്നെ ഡീലെല്ലാം ഉറപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ എന്നെ ഒന്ന് വിളിക്കുക എന്നും പറയുന്നു. അങ്ങനെ അവർ ആ കാറിൻ്റെ അടുത്ത് എത്തുന്നു. എനിക്ക് പിന്നെയും ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് ഈ ഡീല് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം അനിയെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ അനി പോകുന്നത് നോക്കി നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.